വേറെ ഒന്നുമില്ല, ഞാൻ പോകുന്നു. ഇനി പറയണമെന്ന് അറിയൂല. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഗെയിംസ് ഇൻസൈറ്റ്. അപ്പോൾ നമ്മളിന്ന് പുതിയ വ്ളോഗായിട്ട് ഇട്ടിരിക്കുകയാണ്. എന്ത് കോവയ്ക്ക മൊണ്ണേടാ, ആദ്യമായിട്ടാണ് ട്രിപ്പ് വ്ളോഗായിട്ട് ഇടുന്നത്. സോ ഞാനും എന്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ഇവിടെ 1, 2, 3, 4, 6 പേര് കൂടെ ഉണ്ട്. സോ ഇവരൊക്കെ ഹോസ്റ്റലിൽ നിന്ന് കള്ളത്തരം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കുന്ന പിള്ളേരാണ്. ഇവരെയൊന്നും പ്രത്യേകിച്ച് വിശ്വസിക്കാൻ പറ്റൂല. ഇതിൽ മെയിൻ ആയിട്ടുള്ള ആളാണ് ഫെമിന. ഇതാണ് ആള്. പിന്നെ ഇതിന്റെ പേര് ടിഫാന്. സ്വല്പം ജാടയുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഇതൊരു പോങ്ങ സാബു എന്ന് പറയും. സാസിന് വേറെ പല പേരുകളും ഉണ്ട്. എപ്പോഴും ഒരേ ഒരു പെണ്ണെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കുള്ളൂ. ഭയങ്കര ട്രൂ ലവർ ആണെന്നൊക്കെയാണ് പറയണത്. പക്ഷെ പലത്തിന് മാത്രമാണ്. ഇതാണ് നമ്മുടെ നായിക. ഈ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. യെസ്, ഞങ്ങളുടെ പേര് പുരത്തേന്നാണ്, അല്ല ഉത്തരേന്നാണ്. സോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് ആൻസൈറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കാൻ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. സോ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. നമ്മുടെ ക്ലാസ്സിലെ പശുവാണ്, അല്ല ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. കിഷോറാണ് നമ്മളുടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എപ്പോഴും ഞാനിവിടെ വരണത് കാരണം വണ്ടി ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വന്നേനായിരുന്നു. ഗായ്സ്, മൈക്കൊക്കെ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ വോയിസ് കുറച്ച് ക്ലിയർ ആയിരിക്കില്ല, അല്ലെങ്കിൽ ക്ലിയർ ഇല്ല. നിങ്ങൾക്ക് അറിയാം എന്റെ വോയിസ് എങ്ങനെയാണത്. അല്ല, ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷനില് പിന്നെ പുതിയ എക്സ്പ്ലനേഷൻ ഒക്കെ വരുന്നതായിരിക്കും. ഇപ്പൊ ടൈം ഇല്ലാത്തതാണ് ഇടാത്തത്. പുറത്തുകൊണ്ട് ഞങ്ങളുടെ അലറി വിളിക്കുന്ന ആൾക്കാർ എന്നെ എങ്ങനെ ചിന്തിക്കുന്ന പോലെ എനിക്കറിയില്ല. സോ ആളില്ല, 2 കിലോമീറ്റർ അതന്നെ, ഞാൻ പക്ഷെ ഇൻട്രോവേർട്ട് ആയിട്ട് ബാക്കിലുള്ള ആളില്ല സ്ഥലത്തൊക്കെ എടുത്തത്. സോ ജീവി സ്വപ്പം മ്യൂസിക് കേൾക്കാം. നേരിട്ട് ഞാൻ പൊട്ടന്മാരപ്പോൾ സ്ഥലത്തിന്റെ പേര് എന്താണെന്ന് പറയില്ല. നമ്മൾ സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ മാനവീയ വേലിയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വന്നത് ഇപ്പോഴൊന്നുമല്ല. ഞാൻ ഒരു സമയം ഇപ്പൊ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 7 ആയിട്ടുണ്ട്. 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു. 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എത്തിയപ്പോ താമസിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വഴി മാറിപ്പോയി. ഇപ്പൊ ഞാനും കിഷോർ എന്നൊരു പയ്യനുണ്ടല്ലേ, പശു നിർന്നു. സോ അവനും കൂടെ ഒരുമിച്ചാണ് വന്നത്. അപ്പം ഈ ബാക്കി 5 പേര് ഒരുമിച്ചാണ് വന്നത്. അപ്പം ഇവര് നേരത്തെ വന്ന് നമ്മൾ താമസിച്ചില്ല. അപ്പൊ നമുക്ക് എവിടെ നിൽക്കണമെന്ന് കറക്റ്റായിട്ട് വഴി അറിയില്ല. പിള്ളേർ ഇരുന്നിരുന്ന് അടുത്തത് കൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഹലോ ഗൈസ്, ഫുഡ് കഴിക്കാൻ വന്ന് മൂഞ്ചി പോയി. സോ ഫുഡ് കഴിക്കാവുന്ന കൊണ്ടത് സ്നാക്ക് കടയിലായിരുന്നു. സോ അവിടെ വേറെ ഫുഡൊന്നുമില്ല, വേറെ ഒന്നുമില്ല. ഞാൻ പോകുന്നു. ഇനി പറയണമെന്ന് അറിയൂല. ഹലോ ഗായ്സ്, ഹലോ ചത്ത് പറയാല പറ. ആക്രാന്തത്തിന് പറയട്ടെ, ഞാൻ പോകുന്നു. ബൈ ബൈ.